ഒരു ആത്മീയ പഠന ക്ലാസ് പലരും പറയാറുണ്ട് മതപഠന ക്ലാസ്. അത് ഞാൻ വളരെ ആ വാക്ക് ശരിയല്ല. കാരണം മതമൊന്നും ഇവിടെ പഠിപ്പിക്കുന്നില്ല. NSSന്റെ പരിപാടികളിൽ നിന്ന് ആത്മീയ ക്ലാസ് തുടങ്ങാനാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞേക്കുന്നത്. അല്ലാതെ മതപഠനം ഹിന്ദു മതം എന്താണെന്നോ നായരെന്താണെന്നോ പഠിപ്പിക്കാനല്ല. നായർ ആരാണെന്ന് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ യൂട്യൂബിലെ കാണുന്ന അലവലായത്തരം വിശ്വസിക്കും. അങ്ങനെ എന്തോ നായർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നുന്ന തരത്തിലാണ് നായന്മാർ തന്നെ യൂട്യൂബിൽ പറയുന്നത്. നമ്മളെ കുറച്ച് നായന്മാർ പത്തനംതിട്ട എന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവർ പരിപാടി എന്ന് പറഞ്ഞാൽ ജനറൽ സെക്രട്ടറി ചെയ്ത് പറയുക, പിന്നെ നായന്മാരെ മൊത്തത്തിൽ അധിക്ഷേപിക്കുക, നായന്മാരെ പാരമ്പര്യത്തെ കളിയാക്കുക. ഇതൊക്കെ ആളെ വെച്ച് കൂലിക്കാരെ വെച്ച് ചെയ്യുന്നത് വേറെ സമുദായക്കാരാൻ തെറ്റിദ്ധരിക്കല്ലേ. നമ്മുടെ ആളുകൾ തന്നെ ഈ NSSന്റെ തണലും കാറ്റും കുളിരും അനുഭവിച്ച പലരും തന്നെയാണ് ഇത് ചെയ്യുന്നത്. അവരാണ് കേസ് കൊടുക്കുന്നത്. ഇന്നലെ പറഞ്ഞിട്ട് ജനറൽ സെക്രട്ടറിക്കെതിരായിട്ട് ഫ്ലെക്സ് വെച്ചു എന്ന് TV കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു. കാരണം പത്തനംതിട്ട വെക്കും. കാരണം അവിടുന്നാണല്ലോ ഈ കേസ് എല്ലാം കൊടുക്കുന്നത്. തങ്കോമ്പള്ളച്ചേട്ടനെ എന്നെയും വരെ പ്രതിയാക്കി കേസ് കൊടുത്തിട്ടുണ്ട്. തങ്കോമ്പള്ളച്ചേട്ടനെ എന്നെയും വരെ പ്രതിയാക്കി കേസ് കൊടുത്തിട്ടുണ്ട് NSSനെതിരായിട്ട്. അത് നായന്മാർ തന്നെ, അല്ലാതെ ഈഴവരാരും കൊടുത്തില്ല, ക്രിസ്ത്യാനികളാരും കൊടുത്തില്ല, മുസ്ലിങ്ങളാരും കൊടുത്തില്ല, നായന്മാർ തന്നെ കൊടുത്തിട്ടുണ്ട്. കൊടുത്ത പത്തനംതിട്ടയെന്ന്. അപ്പം അവിടെ ഫ്ലെക്സ് 250 രൂപ കൊടുത്ത് ആർക്കും ഒരു ഫ്ലെക്സ് അടിച്ച് വെച്ചുകൂടെ, എന്തും വെച്ചുകൂടെ. പിന്നെ